ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഞങ്ങളെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോണത് എവിടുക്കാന്ന് വെച്ചാൽ അതിരപ്പള്ളിയാണ് പോണത്. എല്ലാവരും ഒത്തുകൂടിയ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടു, നമുക്കിങ്ങനെ പോവല്ലേ എങ്ങോട്ടെങ്കിലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ ഓപ്ഷനാണ് അതിരപ്പള്ളി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ സമയത്താണ് ട്രെയിൻ പോണത് കണ്ടിട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഒരു കൈയൊട്ടിട്ട് ട്രെയിൻ വന്നേന്നൊക്കെ പറയണം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം അവിടെയൊക്കെ എത്താനായി, അതിരപ്പള്ളി എത്താനായി. എന്നിട്ട് അവിടെ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ വീഡിയോയും ഫോട്ടോസുകളൊക്കെ എടുക്കാറുണ്ട്. എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്നു. അവിടെ നിന്ന് വണ്ടി നിർത്താൻ പറ്റാത്ത കാരണം കുറച്ചും കൂടി നീങ്ങിയിട്ടായിരുന്നു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നല്ല കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു വെള്ളച്ചാട്ടം കാണാൻ പോണേക്കാൾ മുമ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ കയറിയേക്കാം കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ മാങ്ങ ഉപ്പിലിട്ടതും നെല്ലിക്ക ഉപ്പിലിട്ടതും അങ്ങനെയൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നടന്നു പോവാണ് കേട്ടോ. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ സ്കൂളൊക്കെ ലീവല്ലേ, നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഇൻട്രസ്റ്റിൽ നല്ല വർത്താനമൊക്കെ പറഞ്ഞ് പോയി. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നാട് പുറം കാണാനും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഇങ്ങനെ സ്പീഡിൽ നടന്നു പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്താവും അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവുക. അത് എടുക്കാൻ പോണ പോലത്തെ ഒരു നടത്താട്ടോ ഇവരൊക്കെ നടന്നിരുന്നു. എനിക്കൊന്നും വയ്യ നടന്നിട്ട് ഇവരെ കൂടെ എത്താന്ന് വിചാരിച്ചു ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടാട്ടോ ഞാനിങ്ങനെ നടന്നു പോയിരുന്നത്. അവസാനം അവിടെ എത്താനായപ്പോൾ ഒരു സമാധാനം എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തി ഒക്കെ കണ്ടേക്കുമ്പോൾ നടന്നതിനൊരു കാര്യം ഉണ്ടായല്ലോ എന്ന് തോന്നി. അവിടെ കണ്ടപ്പോൾ തോന്നിയിട്ട് ഒരു സമാധാനം ഉള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ കാണാനും വെള്ളച്ചാട്ടം കാണാനും. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. ഇത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നിയിട്ട് നടന്നതിനൊരു ഉപകാരം ഉണ്ടായി. നല്ലൊരു സ്ഥലം കാണാൻ പറ്റി, വെള്ളച്ചാട്ടം കാണാൻ പറ്റി. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ കാണുന്നത്. നമ്മളിത് ഫോണിൽ റീൽസും അങ്ങനെയൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടപ്പോൾ അടിപൊളി പറഞ്ഞാൽ അടിപൊളി. അതിൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ ചെറിയ തുള്ളി വെള്ളങ്ങളായിട്ട് ഇങ്ങനെ ദേഹത്തേക്ക് വീഴുമ്പോൾ ഒരു എന്തോ പറയുക, ഒരു സന്തോഷവും ഒരു സമാധാനം ഒക്കെ ഉള്ളൊരു അന്തരീക്ഷവും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ രസകരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ചു പോകാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒക്കെ തോന്നി അയ്യോ ഇനിയും അങ്ങോട്ടും നടക്കണ്ടേ എന്നുള്ളത്. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടിയും പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോരുകയാണ് കേട്ടോ. പോരുമ്പോഴാണ് പിന്നെ നെസ്രി മെഹറും പറഞ്ഞു വെച്ച് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്.
ഇതാണ് ഇപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തെ രംഗങ്ങൾ. കുറേ കുരങ്ങന്മാർ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ മിഠായിയും ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കണതും ഓടി വന്ന് മേത്തേക്ക് ചാടുന്നതും അതൊക്കെ കേട്ടോ. അങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരുമ്പോൾ ഇറക്കാറുന്നിട്ടൊക്കെ എനിക്ക് നടക്കാൻ വയ്യ, ഞാൻ അവിടെ കുറേയൊക്കെ ഇരുന്നിട്ട് വരെ, നിങ്ങളെല്ലാവരും കൂടി പോയിക്കോളിയും പറഞ്ഞു. അവരൊക്കെ പോയി. ഞാൻ മെല്ലെ പതുക്കെ അങ്ങനെ ഇവരൊക്കെ പിന്നാലെ നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെയാണ് കേട്ടോ എത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ കാണാനില്ലാന്നും പറഞ്ഞ് രണ്ടാമതും അങ്ങോട്ട് പിന്നെ നടന്നു വന്നു കേട്ടോ. നടന്നു വന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ മെല്ലെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കണം പറഞ്ഞിട്ട് അവിടെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിപ്പിച്ച് എന്തായാലും കുറച്ച് നടന്നെങ്കിൽ കൂടി ആ നടന്ന ഇത് വേസ്റ്റായില്ല കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോഴാട്ടോ കുരങ്ങും കുട്ടികളുടെ ഒക്കെ ഒരു കളി. ഏതോ ഒരു കുട്ടിയുടെ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് പോവാന്ന് തോന്നി. അങ്ങനെ രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. പിന്നെ സിൽവർ സ്റ്റോമിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ നിർത്തി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ പോയി റേറ്റ് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാം. വൈകുന്നേരം 6 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു ഇത്ര നേരമായില്ല, ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളങ്ങനെ അവിടെ കയറിയില്ല കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.